പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ അതുപോലെ തന്നെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്നീ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. 2 ഡയമെൻഷനിലെ പാരാമെട്രിക് ഇക്വേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പാരാമെട്രിക് ഇക്വേഷൻ ഓക്കെ, ഒന്നുകൂടി പറയാം. y ഈക്വൽ ടു എക്സ് അല്ലെങ്കിൽ ഈ ഒരു ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ദാറ്റ് ഈസ് 0 0 നെക്സ്റ്റ് 1 1. ഇതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ നമുക്കറിയാം, ഇത് y ഈക്വൽ ടു എക്സ് എന്ന ലൈനാണ്. ദാറ്റ് ഈസ് 2 ഡയമെൻഷനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർവ് ആണ്. therefore പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി എന്നെടുത്തു കഴിഞ്ഞാൽ y ഓഫ് ടി ഈക്വൽ ടു ദാറ്റ് ഈസ് y ഈക്വൽ ടു എക്സ് ആയതുകൊണ്ട് y ഓഫ് ടി ഈക്വൽ ടു ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് r ഓഫ് ടി ഈക്വൽ ടു x ഓഫ് ടി ഐ പ്ലസ് y ഓഫ് ടി j, where t going from 0 to 1 അല്ലേ? that is t 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? x ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് കിട്ടും. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലേ? അപ്പോൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ എഴുതുമ്പോൾ അവിടെ ഡയറക്ഷൻ ഉണ്ട്. ഏതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏതാണ് എൻഡിങ് പോയിന്റ്, നമുക്ക് എന്ത് ചെയ്യാം? ആ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് r ഓഫ് ടി ഈക്വൽ ടു x ഓഫ് ടി ഐ പ്ലസ് y ഓഫ് ടി j, t ഗോയിങ് ഫ്രം 0 to 1 ആണെങ്കിൽ ഏതാണ് സ്റ്റാർട്ടിങ്? ദാറ്റ് ഈസ് പൊസിഷൻ. ഈ വെക്ടറിന്റെ പൊസിഷൻ എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? x ഓഫ് ടി, ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് x ഓഫ് 0 ഐ പ്ലസ് y ഓഫ് 0 j, that is 0i plus 0j, that is 0i plus 0j, that is 0 0 എന്ന പോയിന്റ് ആണ് അല്ലെ? ഈ ഒരു പോയിന്റ്. നെക്സ്റ്റ് ടി ഏത് വരെ പോകുന്നുള്ളൂ? 1 വരെ പോകുന്നുള്ളൂ. ദാറ്റ് ഈസ് ടിക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് r ഓഫ് ടി ഈക്വൽ ടു 1i പ്ലസ് 1j, ദാറ്റ് ഈസ് i പ്ലസ് j. ഏതാണ് i പ്ലസ് j എന്ന പോയിന്റ്? ദാറ്റ് ഈസ് 1 1 എന്ന പോയിന്റ് അല്ലെ? ഇതാണ്. അപ്പോൾ 2 ഡയമെൻഷനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു ഫംഗ്ഷൻ, ഏതൊരു കർവ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. കറസ്പോണ്ടിങ് പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. കറസ്പോണ്ടിങ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ജനറൽ ആയിട്ട് നമുക്കൊരു ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് അറിയുന്നത് കൊണ്ടാണ്, y ഈക്വൽ ടു എക്സ് എന്ന ഫംഗ്ഷൻ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതാൻ പറ്റിയത്. ഇനി നിങ്ങൾക്ക് XY പ്ലെയിനിൽ ജനറൽ ആയിട്ട് 2 പോയിന്റ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ തന്നു. ദാറ്റ് ഈസ് ഈ ഒരു ലൈൻ 1 1 എന്ന പോയിന്റിൽ നിന്ന് 5 3 എന്ന പോയിന്റിലേക്ക്, ദാറ്റ് ഈസ് ഈ ഡയറക്ഷനിലെ ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ചെയ്യാം? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? x ഓഫ് ടി y ഓഫ് ടി കണ്ടുപിടിച്ചിട്ട് ദാറ്റ് ഈസ് r ഓഫ് ടി ഈക്വൽ ടു x ഓഫ് ടി ഐ പ്ലസ് y ഓഫ് ടി j എന്ന് എഴുതിയിട്ട് ടിക്ക് ലിമിറ്റ് കൊടുക്കണം അല്ലെ? ടി സ്റ്റാർട്ടിങ് ഫ്രം ടു എവിടെ എൻഡ് ചെയ്യണത് ആ പോയിന്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജനറൽ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഏതാണ് ഓറിയന്റേഷൻ? ഇവിടെ 1 1 എന്ന പോയിന്റിൽ നിന്ന് 5 3 എന്ന പോയിന്റിലേക്കാണ് ഓറിയന്റേഷൻ അല്ലെ? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ ഈ ഡയറക്ഷനിലാണ് നമ്മുടെ കർവിന്റെ ഓറിയന്റേഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിന്റിനെ നിങ്ങൾ x1 y1 എന്ന് വിളിക്കുക. എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിനെ x1 y1 എന്ന്, എവിടെ എൻഡ് ചെയ്യുന്നത്? അതിനെ x2 y2 എന്നും വിളിക്കുക. ഓക്കെ, ഇനി ഇക്വേഷൻ ഇതാണ്. ഡയറക്റ്റ് നമ്മൾ പാരാമെട്രിക് ഇക്വേഷനിലേക്ക് മാറ്റി എഴുതാണ്. ദാറ്റ് ഈസ് ഇക്വേഷൻ x മൈനസ് x1 ഡിവൈഡഡ് ബൈ y മൈനസ് y1, x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1, x2 minus x1, this equal to y minus y1 divided by y2 minus y1 equal to നമ്മൾ ഏതാണ് പാരാമീറ്റർ? ആ പാരാമീറ്റർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is x minus x1 divided by x2 minus x1, x1 y1 അതുപോലെ തന്നെ x2 y2 എല്ലാം നമുക്കറിയാം അല്ലേ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? x minus x1 equal to 1 ആണ്. that is x minus x1 divided by
x2 എത്രയാണ് 5, that is 5 minus 1 അല്ലേ, x1 equal to 1. This equal to y minus again 1 divided by next 3 minus 1 equal to t അല്ലേ. ഇവിടെ തന്നിട്ടുള്ള എല്ലാ ഡാറ്റയും നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. That equal to x minus 1 divided by 4, that equal to y minus 1 divided by 2, that equal to t. ഇവിടെ രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലേ. ഇത് എല്ലാം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു ടി എന്ന് എഴുതാം. കാരണം ഇതെല്ലാം ടീനോട് ഈക്വലാണ്. അതുപോലെ തന്നെ y മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു ടി. ഇതിൽ നിന്ന് x ഈക്വൽ ടു എന്ന് എടുത്തെഴുതാം. എന്ത് വരും, ദാറ്റ് ഈസ് x ഈക്വൽ ടു 4t പ്ലസ് 1. അതുപോലെ തന്നെ y ഈക്വൽ ടു 2t plus 1. ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. ദാറ്റ് ഈസ് x of t equal to 4t plus 1, y of t equal to 2t plus 1. ഓക്കെ, ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിംഗ് പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്യാം. എപ്പോഴും t എന്ത് ചെയ്യാം, t 0 to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. t 0 to 1. ഫസ്റ്റ് ടിക്ക് 0 കൊടുക്കുമ്പോൾ ഏത് പോയിന്റ് കിട്ടും, ദാറ്റ് ഈസ് x ഈക്വൽ ടു 1, y ഈക്വൽ ടു 1, ദാറ്റ് ഈസ് 1 1 എന്ന പോയിന്റ് കിട്ടും. നെക്സ്റ്റ് ടി ഏത് വരെ പോണത്, 1 വരെ അല്ലേ. ദാറ്റ് ഈസ് ടി 1 കൊടുക്കുമ്പോൾ എന്ത് വരും, എൻഡിംഗ് പോയിന്റ് എന്താ വേണ്ടത്, 5 3. അപ്പോൾ ടിക്ക് 1 കൊടുക്കുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് 4 പ്ലസ് 1, ദാറ്റ് ഈസ് 5, y 2 പ്ലസ് 1, ദാറ്റ് ഈസ് 3 അല്ലേ. therefore ഏത് ലൈൻ പ്ലെയിനിലെ ഏത് രണ്ട് പോയിന്റ് കിട്ടിക്കാൻ നമുക്ക് അത് വെച്ചുകൊണ്ടുള്ള സ്ട്രൈറ്റ് ലൈൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓറിയന്റേഷൻ എന്തോ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ തന്നെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. therefore ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ വരും, ഈ ലൈനിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്തായിരിക്കും, ദാറ്റ് ഈസ് r of t equal to 4t plus 1i plus next 2t plus 1j, t going from 0 to 1. ഓക്കെ, വീണ്ടും എക്സാമ്പിൾ ചെയ്യാം. വീണ്ടും എക്സാമ്പിൾ ചെയ്യാം. നമുക്ക് അറിയുന്ന തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം എക്സാമ്പിൾ ഈ ഫോർമുല വെച്ച് ചെയ്തു നോക്കാം. ദാറ്റ് ഈസ് ഇതായിരുന്നു തൊട്ട് മുന്നേ നമ്മൾ എടുത്ത എക്സാമ്പിൾ അല്ലേ. 0 0 സ്റ്റാർട്ട് ചെയ്ത് 1 1 എൻഡ് ചെയ്യുന്ന ഒരു ലൈന് ഓറിയന്റേഷൻ, ഈ ഓറിയന്റേഷൻ. therefore ഇവിടെ ഓറിയന്റേഷൻ ചെയ്താണെങ്കിൽ നമ്മൾ എപ്പോഴും x1 y1 ഇതെടുക്കും, x2 y2 സെക്കൻഡ് പോയിന്റ് എടുക്കും അല്ലേ. എന്താണ് ഇക്വേഷൻ, ദാറ്റ് ഈസ് x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. this equal to y minus y1 divided by y2 minus y1. this equal to t. ഏതാണോ പാരാമീറ്റർ, ആ പാരാമീറ്ററിനെ നമ്മൾ എന്ത് ചെയ്യുക, t ആണെങ്കിൽ t ക്ക് ഇക്വേറ്റ് ചെയ്യുക, തീറ്റ ആണെങ്കിൽ തീറ്റ ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ജനറൽ ആയിട്ട് എപ്പോഴും t ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്, x1 y1 x1 equal to 0, y1 equal to 1, sorry y1 equal to 0, x2 equal to 1, y2 equal to 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, x minus 0 divided by 1 minus 0, that equal to y minus 0 divided by 1 minus 0, that's equal to t. therefore x divided by 1 equal to y divided by 1 equal to t. therefore x equal to t and y equal to t അല്ലേ. ഇത് തന്നെയായിരുന്നു നമ്മൾ പാരാമെട്രിക് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് x of t equal to t, y of t equal to t. therefore vector valued function r of t equal to x of t I, that is ti plus tj. എപ്പോഴും t എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, 0 to 1 സ്റ്റാർട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മനസ്സിലാവും, 0 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 1 എൻഡ് ചെയ്യും. ഇനി നമ്മുടെ കർവ് ഈ ഓറിയന്റേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും ഇക്വേഷൻ, എന്തായിരിക്കും മാറ്റം വരിക? ഇപ്പോൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫറൻസ് ആയിരിക്കും, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് t ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് കിട്ടുക അല്ലേ. t ഈക്വൽ ടു ടൈം 0 ആവുമ്പോൾ ഈ പോയിന്റ് കിട്ടണം, ടൈം ഈക്വൽ ടു 1 ആവുമ്പോൾ ഈ പോയിന്റ് കിട്ടണം അല്ലേ.
Therefore നമ്മൾ തൊട്ട് മുന്നത്തെ ഇക്വേഷനും വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is x minus x1 divided by x2 minus x1 that equal to y minus y1 divided by y2 minus y1 equal to t. പക്ഷേ തൊട്ട് മുന്നത്തെ ഒരു വ്യത്യാസമായിട്ട് ഇതാണ് x1 y1 ഇതാണ് x2 y2 അല്ലേ? That is x1 y1 ഇതാണ്, കാരണം സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മൾ x1 y1 കൊടുക്കുക. ഇതാണ് x2 y2. Therefore substitute ചെയ്യുമ്പോൾ വരും x1 equal to 1 ആണ് അല്ലേ? x2 equal to 0 ആണ്. Therefore x minus 1 divided by 0 x2 എന്തായിരുന്നു 0 minus 1 this equal to y minus 1 divided by 0 minus 1 that's equal to t. Therefore x minus 1 divided by minus 1 equal to t, y minus 1 divided by minus 1 equal to t. Therefore x minus 1 equal to minus t. Therefore y minus 1 that's equal to minus t. That implies x equal to 1 minus t and y equal to 1 minus t. Therefore equation വരും parameter equation x of t equal to 1 minus t, y of t equal to again 1 minus t. Vector valued function r of t equal to 1 minus ti plus 1 minus tj. കൊടുത്തു നോക്കാം. ടിക്ക് 0 എന്താണ് എപ്പോഴും t 0 to 1 ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ടിക്ക് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് 1 അല്ലേ? ടിക്ക് 0 കൊടുക്കുമ്പോൾ 1 1 ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് കിട്ടും. ടിക്ക് 1 കൊടുക്കുമ്പോഴോ 0 0 എന്ന പോയിന്റ് കിട്ടും. അപ്പോൾ പ്ലെയിനിലെ ഏത് ലൈനിന്റെയും ലൈൻ എത്ര കോംപ്ലിക്കേറ്റഡ് ആയിക്കോട്ടെ, ഏത് ഡയറക്ഷൻ ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? ആ ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇതേ മെത്തേഡിൽ നമുക്ക് 3 ഡയമെൻഷനിലും കണ്ടുപിടിക്കാൻ പറ്റും. സെയിം മെത്തേഡ്. അപ്പോൾ 3 ഡയമെൻഷനിലെ പ്രത്യേകത അവിടെ എക്സും വൈയും സെഡും 3 കോർഡിനേറ്റഡ് ആയിരിക്കും. നമ്മൾ 3 ഡയമെൻഷനിൽ എന്ത് പ്ലോട്ട് ചെയ്യുകയാണെങ്കിലും അവിടെ z ഫംഗ്ഷനും എക്സും വൈയും വേരിയബിൾ ആയിരിക്കും. അല്ലെങ്കിൽ എക്സും വൈയും സെഡും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും അല്ലേ? 3 ഡയമെൻഷൻ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് y എക്സ് സെഡ് അല്ലേ? എക്സും വൈയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ആണ് ഈ ഒരു പ്ലെയിൻ ആണ് എക്സ് വൈ പ്ലെയിൻ. നെക്സ്റ്റ് ഈ രണ്ട് പ്ലെയിൻ ആണ്. ഈ എക്സ് ആക്സും സെഡ് ആക്സും ഇൻക്ലൂഡ് ചെയ്യുന്ന പ്ലെയിൻ ആണ് എക്സ് സെഡ് പ്ലെയിൻ. നെക്സ്റ്റ് ഇത് വൈ സെഡ് പ്ലെയിൻ. ഇപ്പോൾ സ്പേസിൽ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഈ സ്പേസിൽ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അത് രണ്ട് യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാലും ഒരു ലൈൻ കിട്ടും അല്ലേ? ആ സ്പേസിൽ ഞാൻ ഇവിടുന്ന് എക്സ് വൈ പ്ലെയിനിൽ ഈ ഒരു പോയിന്റ് എടുത്തു, ഈ ഒരു പ്ലെയിനിൽ ഈ ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് ഇത് ഇങ്ങനെ യോജിപ്പിച്ച് വരച്ചു. അപ്പോഴും ഒരു ലൈനായി കിട്ടുക. ഈ ലൈനിനും എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്, പാരാമീറ്റർ ഇക്വേഷൻ ഉണ്ട്. അതിനൊരു ഓറിയന്റേഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനും നമുക്ക് എന്ത് ചെയ്യാം? ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് നമ്മൾ രണ്ട് പ്ലെയിനിലെ രണ്ട് പോയിന്റ് എടുത്തു. ആ രണ്ട് പോയിന്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? x1 y1 z1. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റ് ഇവിടെ എടുത്തു. ദാറ്റ് ഈസ് x2 y2 z2. ഇത് രണ്ട് പോയിന്റ് പ്ലെയിനിലെ രണ്ട് പോയിന്റ് ആണെങ്കിൽ ഈ ഒരു ഓറിയന്റേഷനിലെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് മുന്നത്തെ സെയിം മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? അവിടെ 3 ടേം ഉണ്ടാവുന്നുള്ളൂ. ദാറ്റ് ഈസ് x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് ഏതാണോ ഓറിയന്റേഷൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് നമ്മൾ ഫസ്റ്റ് എഴുതുക, ന്യൂമറേറ്ററിൽ എഴുതുക. ദാറ്റ് ഈസ് x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ദിസ് ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1. ദിസ് ഓൾസോ ഈക്വൽ ടു അല്ലേ? തേർഡ് കോർഡിനേറ്റും കൂടി ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് z മൈനസ് z1 ഡിവൈഡഡ് ബൈ z2 മൈനസ് z1 ദാറ്റ് ഈക്വൽ ടു t. ഇതാണ് ഇക്വേഷൻ അല്ലേ? ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ഒരു സിമ്പിൾ മെത്തേഡ് അത്രേ ഉള്ളൂ. ഇങ്ങനെ തന്നെ കണ്ടുപിടിക്കണമെന്നില്ല, ഇത് ഒരു മെത്തേഡ്. സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ഒരു മെത്തേഡ്. ഫോർ എക്സാമ്പിൾ നമ്മൾ സ്പേസ് എടുത്തു, 3 ഡയമെൻഷനിലെ രണ്ട് പോയിന്റ് എടുത്തു. 3D സ്പേസിലെ രണ്ട് പോയിന്റ് എടുത്തു അല്ലേ? ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് 1 2 3, സെക്കൻഡ് പോയിന്റ് 2 5 6. ഓക്കെ,
കറക്റ്റ് സ്പേസിലല്ല, കറക്റ്റ് അതിന്റെ സ്ഥാനത്തല്ല ഞാൻ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് അസ്യൂം ചെയ്യുക. ഇതാണ് ആ രണ്ട് പോയിന്റ്. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ് ഇത്, സെക്കൻഡ് പോയിന്റ് ഇത്. നെക്സ്റ്റ്, ഈ ലൈൻ സെഗ്മെന്റിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം, ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് x1 divided by x2 minus x1. This equal to y minus y1 divided by y2 minus y1. This also equal to third coordinate ഉണ്ട് അല്ലേ? സ്പേസ് ആയതുകൊണ്ട് അവിടെ third coordinate ഉണ്ട്. That is z minus z1 divided by z2 minus z1. That equal to ഏതാണോ പാരാമീറ്റർ ആ പാരാമീറ്ററിലേക്ക് ഈക്വൽ ചെയ്യും അല്ലേ? ഏതാണ് ഇവിടെ x1 y1 z1? ഏതാണോ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഏതാണ് ഓറിയന്റേഷൻ, അതിന്റെ എവിടുന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റ് ആണ് x1 y1 z1. എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അതാണ് x2 y2 z2 അല്ലേ? therefore x1 എന്താ, x1 1, x2 y1 2 and z1 3. That is x minus 1 divided by 2 minus 1. This equal to അടുത്തത് y minus 2 divided by 5 minus 2. Next, this equal to z minus 3 divided by 6 minus 3. That's equal to t. That is x minus 1 divided by 1. That equal to y minus 2 divided by 3. This also equal to z minus 3 divided by 3 equal to t. Therefore, x of t equal to എന്ത് വരും? ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യും അല്ലേ? ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 അല്ലേ? അടുത്ത ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് മൈനസ് 1 ഈക്വൽ ടു ടി എന്ന് എഴുതാം. അടുത്തത് വൈ മൈനസ് 2 ഈക്വൽ ടു 3t. എങ്ങനെ കിട്ടി? ഇതെല്ലാം ടീനോട് ഈക്വൽ ആണ് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടി ഇതിൽ അടക്കമുള്ള ഒരു സ്റ്റെപ്പും കൂടി എഴുതാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ഇതെല്ലാം ഈക്വൽ ആണെങ്കിൽ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ 1 ഈക്വൽ ടു ടി ആണ്. y മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു ടി ആണ്. അതുപോലെ തന്നെ z മൈനസ് 3 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു ടി ആണ് അല്ലേ? ഈ ഓരോ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് x ഈക്വൽ ടു ടി പ്ലസ് 1 എന്ന് കിട്ടും. നെക്സ്റ്റ് y ഓഫ് ടി ദാറ്റ് ഈസ് y ഈക്വൽ ടു അല്ലെങ്കിൽ y ഓഫ് ടി ഈക്വൽ ടു 3t പ്ലസ് 2 കിട്ടും. Next, z of t equal to 3t, okay, 3t plus 3 കിട്ടും. Therefore, ഇതാണ് പാരാമെട്രിക് ഇക്വേഷൻ. Therefore, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ വരും r of t equal to t plus 1i plus next 3t plus 2j plus 3t plus 3k അല്ലേ? 3 കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ijk 3 ഡയമെൻഷൻ ആണ്. ദാറ്റ് ഈസ് ijk കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ഇനി t എവിടുന്നാണ്? t 0 to 1. ദാറ്റ് ഈസ് tക്ക് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് പോയിന്റ് കിട്ടും? ഇവിടെ 0 plus 1 ദാറ്റ് ഈസ് 1 2 3 ഈ ഒരു പോയിന്റ് കിട്ടും അല്ലേ? tക്ക് 1 കൊടുക്കുമ്പോഴോ? tക്ക് 1 കൊടുക്കുമ്പോൾ 2 5 ആൻഡ് 6 ഈ ഒരു പോയിന്റ് കിട്ടും. അപ്പോൾ പ്ലെയിനിലെയും അതുപോലെ തന്നെ സ്പേസിലെയും 3 ഡയമെൻഷനിലെയും 2 ഡയമെൻഷനിലെയും ഏത് ലൈനിന്റെയും ഏത് ഓറിയന്റേഷൻ ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ തന്നെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു മെത്തേഡ് നിങ്ങൾ എക്സാമിന് മാക്സിമം യൂസ് ചെയ്യാം. ഇതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ് പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് അല്ലേ? ആ റെക്ടാങ്കുലർ ഷേപ്പിലെ ഫസ്റ്റ് ഒരു ഭാഗം എക്സ് ആക്സിലാണ്, ഒരു ഭാഗം y ആക്സിനോട് പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. നെക്സ്റ്റ് ഈ ഒരു ഭാഗം
എക്സ് ആക്സിനോട് പാരലൽ ആയിട്ടാണ്. നെക്സ്റ്റ് ഈ ഒരു ഭാഗം y ആക്സിലാണ്. അപ്പൊ ഇതിന്റെ ഈ ലൈനിന്റെ ഈ 4 ലൈനിന്റെയും പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുന്നത്തെ ഫോർമുല ഉപയോഗിക്കണമെന്നില്ല. കാരണം ഇതിന്റെ എല്ലാം നിങ്ങൾക്ക് ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് അറിയാം അല്ലെ. ഇതേതാ ഇക്വേഷൻ? y ആക്സിസ് x ആക്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ലൈൻ സെഗ്മെന്റിന്റെ ഇക്വേഷനും x ആക്സിന്റെ ഇക്വേഷനും ഈക്വൽ ആയിരിക്കും അല്ലെ. ഞാൻ ഇവിടെ ഇത് 1, നെക്സ്റ്റ് ഇത് 1,0 എന്ന പോയിന്റ്, ഇത് 1,1 എന്ന പോയിന്റ്, ഇത് 0,1 എന്ന പോയിന്റ്, ഇത് 0,0. നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ ഈ ഒരു ഫിഗർ, ഇങ്ങനത്തെ ഒരുപാട് ഫിഗറിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കൽ നിർബന്ധമാണ്. അവിടെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ പാരാമെട്രിക് ഇക്വേഷൻ പറഞ്ഞ കൂട്ടത്തിൽ ഇതും കൂടി പറയണം. ഇവിടെ നമുക്ക് ഈ C1, അതുപോലെ തന്നെ C2, C3, C4 4 കർവ് ഉണ്ട് അല്ലെ. C1 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ്, C2 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ്, C3 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ്, C4 പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ സെഗ്മെന്റ്. ഈ 4 ലൈൻ സെഗ്മെന്റേയും പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ തൊട്ട് മുന്നത്തെ ഫോർമുല ഉപയോഗിക്കരുത്. കാരണം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് ഇത് 4ന്റെയും ഇക്വേഷൻ നമുക്കറിയാം. ഇതെന്താണ്? എക്സ് ആക്സിലാണ് കിടക്കുന്നത്. അപ്പൊ എക്സ് ആക്സിൽ കിടക്കുന്ന ലൈൻ ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് ആക്സിന്റെ ഇക്വേഷൻ എന്താണ്? എക്സ് ആക്സിന്റെ ഇക്വേഷൻ y = 0 ആണ് അല്ലെ. ഇതാണ് എക്സ് ആക്സിസ്. therefore C1 ന്റെ ഇക്വേഷൻ വരും y എപ്പോഴും 0 ആണ്. x ഇവിടെ വാരി ചെയ്യും അല്ലെ. നിങ്ങൾക്ക് ജസ്റ്റ് ചിന്തിച്ചാൽ മനസ്സിലാവും. എക്സ് ആക്സിസ് x ഇവിടെ വാരി ചെയ്യുന്നുണ്ട്. x ഇവിടെ 0ൽ നിന്ന് 1 വരെ പോകുന്നുണ്ട്. പക്ഷെ y എന്താണ്? എപ്പോഴും 0. അപ്പൊ വാരി ചെയ്യുന്നത് എന്താണ്? x ആണ് അല്ലെ. അപ്പൊ x എന്താ? x ന് t എന്ന് കൊടുക്കാം. t വാരി ചെയ്യും. y എന്താണ്? y എപ്പോഴും 0 ആണ്. that is y = 0. therefore C1 നെ നമുക്ക് എങ്ങനെ എഴുതാം? C1 = ti plus 0j എന്ന് എഴുതാം അല്ലെ. ഇനി t എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു അല്ലെ. നമ്മൾ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അവിടെ ലിമിറ്റും കൂടി എഴുതണം. t എവിടുന്നാണ്? x ആണ് t. x എവിടെ മുതൽ എവിടെ വരെ വാരി ചെയ്യുന്നു? x 1 മുതൽ 0 മുതൽ 1 വരെ വാരി ചെയ്യുന്നു. therefore t = 0 to 1. കാരണം x ആയിരുന്നു t. അപ്പോൾ ഇതാണ് C1 ന്റെ പാരാമെട്രിക് ഇക്വേഷൻ. ഇനി C2 എടുത്തു കഴിഞ്ഞാലോ? C2 എന്ത് എഴുതും? ഇത് ഏതാ ഇക്വേഷൻ? y = 1 അല്ലെ. ഈ ലൈനിന്റെ ഇക്വേഷൻ x = 1. y ആക്സിനോട് പാരലൽ ആയിട്ടുള്ള ഏത് ലൈൻ? ഇത് x = 1 ആണ് അല്ലെ. y യോ? ഇവിടെ y വാരി ചെയ്യേണ്ടത്. y 0ൽ നിന്ന് മുകളിലോട്ട് 1 വരെ പോകുന്നുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതും? ഇവിടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടെ x എപ്പോഴും 1 ആണ്. അപ്പോൾ x = ഞാൻ മുന്നത്തെ മായ്ക്കണം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മുന്നത്തെ മായ്ക്കാം. x = t. x = 1 ആണ്. y എന്താണ്? വാരി ചെയ്യുന്നുണ്ട്. y = t. therefore നമുക്ക് എങ്ങനെ എഴുതാം? 1i, that is i plus tj. ഇനി എന്താ വാരി ചെയ്യണത്? t ആണ് വാരി ചെയ്യണത് അല്ലെ. t എവിടെ മുതലാണ് വാരി ചെയ്യുന്നത്? 0 മുതൽ 1 വരെ. that is t 0 to 1 എന്ന് എഴുതി. ഓക്കെ. നെക്സ്റ്റ് അടുത്തത് C3 നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും y = some constant അല്ലെ. തൊട്ട് മുന്നേ y = 0 ആയിരുന്നു. x അവിടെ വാരി ചെയ്യണം. ഇതേപോലെ ഇവിടെ y = some constant. ഏതാ കോൺസ്റ്റന്റ്? 1. therefore ഈ ലൈനിന്റെ ഇക്വേഷൻ y = 1 ആണ്. അവിടെ x എന്താണ്? x വാരി ചെയ്യും അല്ലെ. that is x of t എന്ത് എഴുതും? x of t എന്ന് കൊടുക്കും അല്ലെ. y of t എന്താണ്? y of t എപ്പോഴും 1 ആണ്. that is y = 1. therefore C3 നെ നമുക്ക് എങ്ങനെ എഴുതാം? that is ti plus 1j. ഇനി t യുടെ ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. t യുടെ ലിമിറ്റ് എന്താണ്? t x of t = t ആണ്. x ആണ് t. അപ്പോൾ t x എവിടെ മുതലാണ് വാരി ചെയ്യുന്നത്? x 1 മുതൽ ഇങ്ങോട്ട് പോണത് അല്ലെ. 1 മുതൽ 0 വരെ വാരി ചെയ്യുന്നു. that is t യുടെ ലിമിറ്റ് 1 to 0. 1ൽ നിന്ന് 0ലേക്കാണ് പോകുന്നത്. 1 to 0. ഓക്കെ. അപ്പോൾ എപ്പോഴും 0 to 1 ആവണമെന്നില്ല. നമ്മുടെ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? 0 to 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ 1 to 0. നെക്സ്റ്റ് അടുത്തത് C4 കണ്ടുപിടിക്കുമ്പോൾ വീണ്ടും ഇവിടെ എന്താണ്? x = 0 അല്ലെ.
കാരണം വെർട്ടിക്കൽ ലൈനാണ്. നമ്മൾ പ്ലെയിൻ എടുക്കുമ്പോൾ ഇതെല്ലാം എന്താണ് എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആണ്. ഈ ലൈനിലെല്ലാം ഇക്വേഷൻ എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആണ്. ഇനി ഈ ലൈനിന്റെ എല്ലാം എന്താണ് വൈ ഈക്വൽ ടു സം കോൺസ്റ്റന്റ്. അതുകൊണ്ട് ഇവിടെ വൈ ഈക്വൽ ടു 0 എഴുതിയത്, ഇവിടെ y ഈക്വൽ ടു 1 എന്ന് എഴുതിയത്, ഇവിടെ x ഈക്വൽ ടു 0 ആണ്, ഇവിടെ x ഈക്വൽ ടു 1. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. നെക്സ്റ്റ് ഇതിന്റെ ഇക്വേഷൻ എന്താണ് x ഈക്വൽ ടു 0 ആണ്. പക്ഷെ ഇവിടെ y വാരി ചെയ്യുന്നുണ്ട്, y ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരുന്നുണ്ട്. therefore ഇവിടെ എന്ത് കൊടുക്കാം, x ഈക്വൽ ടു 0, y വാരി ചെയ്യുന്നുണ്ട്, y ഈക്വൽ ടു t എന്ന് കൊടുക്കാം. therefore ഇക്വേഷൻ വരും, ദാറ്റ് ഈസ് C4 ഈക്വൽ ടു 0i പ്ലസ് tj. ഇനി ടി എവിടെ വാരി ചെയ്യുന്നത്, ടി 1ൽ നിന്ന് 0 വരുന്നു അല്ലെ, ടി y ആണ് ടി. അപ്പോൾ y 1ൽ നിന്ന് y 0 പോകും, ദാറ്റ് ഈസ് 1 to 0. ഓക്കെ, ഇനി ഈ രീതിയിൽ കണ്ടുപിടിക്കാൻ എന്താ കാരണം, ഇവിടെ നിങ്ങൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് എന്ന് കിട്ടും, ഡിനോമിനേറ്ററിൽ 0 എന്ന് കിട്ടും അല്ലെ. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇതിന്റെ ഈ ലൈൻ സെഗ്മെന്റിന്റെ ഈ ഇക്വേഷൻ നിങ്ങൾ ഇക്വേഷൻ വെച്ചുകൊണ്ട് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ x1 y1 ഇത് കൊടുക്കും അല്ലെ, x1 y1, x1 എന്നുള്ളത് 0 0 കൊടുക്കും, y ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റ് 0 0, ഫൈനൽ പോയിന്റ് 1 0 എന്ന് കൊടുക്കും അല്ലെ. ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് വരിക, x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1, ദിസ് ഈക്വൽ ടു y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1, ദിസ് ഈക്വൽ ടു t എന്ന് കൊടുക്കും നിങ്ങൾ അല്ലെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും, x മൈനസ് 0 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0, ദിസ് ഈക്വൽ ടു അടുത്തത് y മൈനസ് 0 ഡിവൈഡഡ് ബൈ 0 മൈനസ് 0 വരും, ഡിനോമിനേറ്റർ 0 വരും. ഡിനോമിനേറ്റർ എവിടെയെങ്കിലും 0 വരികയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് x ആക്സിനോടോ y, ഇപ്പോൾ ഇവിടെ y ഇവിടെ താഴെ 0 വരികയാണെങ്കിൽ ഇത് y ഈക്വൽ ടു സം കോൺസ്റ്റന്റ്, ഈ ലൈനിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ 0 വന്നുള്ളത്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരും, ദാറ്റ് ഈസ് ഇവിടുന്ന് നിങ്ങൾ x ഈക്വൽ ടു t കൊടുക്കും, ഇവിടെ നിങ്ങൾ y എന്താ എന്നുള്ളത് കിട്ടില്ല അല്ലെ. ദാറ്റ് ഈസ് y ഡിവൈഡ് ബൈ 0 ഈക്വൽ ടു t വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ട് ഡിഫൈൻഡ് ആണ്, മാത്തമാറ്റിക്കലി നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡിലായിരിക്കും ഈ ഗ്രാഫ് കിടക്കുന്നുണ്ടായിരിക്കുക. ഒന്നെങ്കിൽ x ആക്സിനോട് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ y ആക്സിനോട് പാരലൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസ് ആണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റിലൂടെ ഈ ഒരു എക്സാമ്പിളോട് പറഞ്ഞത്. ഡിനോമിനേറ്റർ 0 വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കുക, ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം, നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് 2 ഡയമെൻഷനും 3 ഡയമെൻഷനും ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷനും വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനും കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഇനി 3 ഡയമെൻഷനിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ക്ലാസ് നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എലിപ്സിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഡയമെൻഷനിൽ സർക്കിളിന്റെ ഇക്വേഷനും 2 ഡയമെൻഷനിൽ എലിപ്സിന്റെ ഇക്വേഷൻ പാരാമെട്രിക് ഇക്വേഷനും അതുപോലെ തന്നെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 3 ഡയമെൻഷൻ വരുമ്പോൾ അവിടെ ഒരു കോർഡിനേറ്റ് കൂടി അധികമായി വരും അല്ലെ, ദാറ്റ് ഈസ് z കോർഡിനേറ്റ് കൂടി വരും. ദാറ്റ് ഈസ് ഞാൻ ഇവിടെ 3 ഡയമെൻഷൻ ദാറ്റ് ഈസ് x y ആൻഡ് z ആക്സിസ് എടുത്തു. ഇവിടെ നമുക്ക് എങ്ങനെയും സർക്കിൾ വരയ്ക്കാം, xy പ്ലെയിനിൽ സർക്കിൾ വരയ്ക്കാം. xy പ്ലെയിനിൽ ഏതാണ്, xy പ്ലെയിനിൽ താഴെ കിടക്കുന്ന ഈ ഒരു പ്ലെയിൻ xy പ്ലെയിനിൽ സർക്കിൾ വരയ്ക്കാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താ, ദാറ്റ് ഈസ് xy പ്ലെയിനിലെ സർക്കിൾ ആണെങ്കിൽ അവിടെ x² പ്ലസ് y² ഈക്വൽ ടു സം r² ആയിരിക്കും അല്ലെ. z എന്താണ്, xy പ്ലെയിനിലെ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അവിടെ z 0 ആണ് അല്ലെ. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് x ഈക്വൽ ടു എന്താണ് r cos t, y ഈക്വൽ ടു r sin t, ആണെങ്കിൽ x ഈക്വൽ ടു എന്നതിന് പകരം x ഓഫ് t എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഫംഗ്ഷൻ ഓഫ് t എന്നേ അതിന് മീനിങ് ഉള്ളൂ. ഫംഗ്ഷൻ ഓഫ് t, ദാറ്റ് ഈസ് x ഓഫ് t ഈക്വൽ ടു r cos t, y ഓഫ് t ഈക്വൽ ടു r sin t. ഇനി 3 ഡയമെൻഷൻ ആയതുകൊണ്ട് z ഓഫ് t ഈക്വൽ ടു എന്താ, z എപ്പോഴും 0 ആണ്, കാരണം xy പ്ലെയിനിലാണ് ഈ സർക്കിൾ കിടക്കുന്നത്. therefore z ഓഫ് t ഈക്വൽ ടു 0 ആണ്. therefore വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ത് വരും, r ഓഫ് t ഈക്വൽ ടു r cos t I പ്ലസ് r sin t j പ്ലസ് 0k. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന കാര്യം. ഇനി സർക്കിൾ YZ പ്ലെയിനിൽ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ XZ പ്ലെയിനിൽ കിടക്കുകയാണെങ്കിലോ അവിടെ എന്തായിരിക്കും, അവിടെ x² പ്ലസ്
z സ്ക്വയർ ഈക്വൽ ടു സം r സ്ക്വയർ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് കറസ്പോണ്ട് അവിടെ y ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ് എന്തായിരിക്കും, y ഈക്വൽ ടു 0 ആയിരിക്കും. നെക്സ്റ്റ്, ഈ സർക്കിള് 3 ഡയമെൻഷനിൽ ഒന്ന് പൊക്കി വെക്കുകയാണെങ്കിൽ, ജസ്റ്റ് 3 ഡയമെൻഷൻ വരച്ചു. സർക്കിൾ ഈ സർക്കിളിനെ ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ നമുക്കറിയാം, അല്ലെങ്കിൽ പാരാമീറ്റർ ഇക്വേഷൻ നമുക്കറിയാം. എന്താണ്? എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി, z ഓഫ് ടി ഈക്വൽ ടു 0. ഇതാണ് എക്സ് വൈ പ്ലെയിനിലെ സർക്കിളിന്റെ ഇക്വേഷൻ. ഇതേ സർക്കിളിനെ ഞാൻ മുകളിലോട്ട് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു. ദാറ്റ് ഈസ് z is equal to 1 എന്ന പൊക്കത്തിലേക്ക്, z is equal to 1 എന്ന പൊക്കത്തിലേക്ക് സെയിം സർക്കിളിനെ റേഡിയസ് വ്യത്യാസം വരാതെ ഷിഫ്റ്റ് ചെയ്യാതെ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് ഞാൻ പൊക്കി വെച്ചു. ഓക്കെ, ഇവിടെയും റേഡിയസ് r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. എക്സും വൈയും വ്യത്യാസം വരുന്നില്ല. എക്സും വൈയും നോക്കി കഴിഞ്ഞാൽ നേരെ താഴെ എന്താണോ എക്സ് അത് തന്നെയാണ് ഇവിടെയും എക്സ്, എന്താണോ y അത് തന്നെയാണ് അല്ലേ. ഈ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എക്സും വൈയും എന്താണോ സെയിം പോയിന്റ് ആണ് ഇവിടെയും. ഇവർ 3 ഡയമെൻഷൻ നമുക്ക് നോക്കുമ്പോൾ എങ്ങനെ പോയിന്റ്സ് കണ്ടുപിടിക്കാം? ദാറ്റ് ഈസ് എക്സ് വൈ z ഇതാണെങ്കിൽ എക്സ് വൈ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റിനെ എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്ട് ചെയ്യും. ആ കോർഡിനേറ്റ് തന്നെയാണ് ഈ ഒരു കോർഡിനേറ്റും. പിന്നെ എത്രത്തോളം പൊക്കി അതാണ് z അല്ലേ. അപ്പൊ ഇവിടെ ഈ സർക്കിളിന്റെ ഈ രണ്ട് സർക്കിളിന്റെയും എക്സ് വൈ പോയിന്റ്സും ഈ സർക്കിളിന്റെയും ഈക്വൽ ആണ് അല്ലെ. ഈ ഒരു പോയിന്റ് 1 1 ആണെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ എക്സിന്റെയും വൈയുടെയും കോർഡിനേറ്റ് 1 1 തന്നെ ആയിരിക്കും. Therefore ഇവിടെ എക്സിന്റെയും വൈയുടെയും പാരാമെട്രിക് ഇക്വേഷൻ ഒരു വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ കോസ് ടി തന്നെയാണ്, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി തന്നെയാണ് അല്ലെ. ദാറ്റ് ഈസ് ആർ സൈൻ ടി. പക്ഷെ എവിടെ വ്യത്യാസം വന്നിട്ടുള്ളൂ? ഇവിടെ z is equal to 0 ആണ്. പക്ഷെ ഇവിടെ ഇത്രയും പൊക്കത്തിൽ വെച്ചതുകൊണ്ട് അവിടെ z എന്താണോ അത് നമ്മൾ എഴുതണം. z is equal to 1 ആണെങ്കിൽ that is z of t equal to 1 കോൺസ്റ്റന്റ് അല്ലേ. കോൺസ്റ്റന്റ് ആണെങ്കിൽ z of t equal to 1. ഇനി 2 പൊക്കത്തിലേക്ക് വെക്കുകയാണെങ്കിലോ that is z of t equal to 2 വരും. ഇതാണ് ഈ ഷിഫ്റ്റിംഗിന്റെ ദാറ്റ് ഈസ് z ആക്സിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇത് വരും z is equal to z ന്റെ കോർഡിനേറ്റ് സം കോൺസ്റ്റന്റ് വരും. അപ്പൊ അതും കൂടി ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കിട്ടും. Therefore ഇതിന്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ വരും ദാറ്റ് ഈസ് r of t equal to r cos t I plus r sin t j plus next k. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കർവ് ഈ രീതിയിലാണെങ്കിൽ that is x-axis, y-axis, z-axis. കർവ് ഈ രീതിയിലാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് സർക്കുലർ ഹെലിക്സ് അല്ലെ. സ്പ്രിംഗ് പോലെ സർക്കുലർ ഹെലിക്സ്. ഇതിന്റെ ഇക്വേഷൻ എന്താണ്? ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിനൊന്ന് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ എന്ത് കിട്ടും? ഒരു സർക്കിൾ കിട്ടും അല്ലെ. ഇതിനെ താഴോട്ടൊന്ന് കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ ഒരു സർക്കിൾ കിട്ടും അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും ഒക്കെ സെയിം ഒരു പോയിന്റിലാണ് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക അല്ലെ. ദാറ്റ് ഈസ് എക്സ് വൈ പ്ലെയിനിലെ ഒരു സർക്കിളിലായിരിക്കും എന്ത് ഈ കംപ്ലീറ്റ് പോയിന്റ്സ് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക. Therefore എക്സ് ഓഫ് ടി ഈക്വൽ ടു അല്ലെ ഈ സർക്കിൾ ഏതാണോ ദാറ്റ് ഈസ് ആർ റേഡിയസ് ആണെങ്കിൽ ആർ കോസ് ടി കിട്ടും, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി കിട്ടും. പക്ഷെ z കോൺസ്റ്റന്റ് അല്ല. നമ്മൾ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ z വാരി ചെയ്യും അല്ലെ. സീറോയിൽ നിന്ന് പൊങ്ങി 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 അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. z വാരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ t വാരി ചെയ്യുമ്പോൾ എക്സും y എന്താണ് ഇൻ സർക്കുലർ ഷേപ്പിൽ അതിനെന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ z ലീനിയർ ആയിട്ട് അല്ലെങ്കിൽ z സീറോയിൽ നിന്ന് വാരി ചെയ്തുകൊണ്ടിരിക്കും. ദാറ്റ് ഈസ് z ഓഫ് ടി നമുക്ക് എന്ത് ചെയ്യാം? t എന്ന് കൊടുക്കാം അല്ലെ. കാരണം t വാരി ചെയ്യണം. t സം കോൺസ്റ്റന്റ് ആണെങ്കിൽ തൊട്ട് മുന്നത്തെ പോലെ സർക്കിളിനെ ഷിഫ്റ്റ് ചെയ്തതായിരിക്കും കിട്ടുക. t is equal to 1 ആണെങ്കിൽ ദാറ്റ് ഈസ് 1 യൂണിറ്റ് പോക്കറ്റിൽ സർക്കിളിനെ ഷിഫ്റ്റ് ചെയ്ത് വെക്കുക. t equal to 2 ആണെങ്കിലോ
ടു പൊക്കത്തിൽ ഷിഫ്റ്റ് ചെയ്ത് വെക്കുക. പക്ഷെ ടി വാരി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സെഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ടി വാരി ചെയ്യുമ്പോൾ ഇവിടെ ടി വാരി ചെയ്യുമ്പോൾ എക്സ് വൈ പ്ലെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എക്സും വൈയും പോയിന്റ്സ് ഒരു സർക്കിളത്തെ പോയിന്റ്സ് ആയിരിക്കും. പക്ഷേ സെഡ് ടി വാരി ചെയ്യുമ്പോൾ സെഡ് പൊങ്ങും വേണം. അപ്പൊ എന്ത് വരും? ഈ ഒരു രീതിയിൽ പൊങ്ങി വരും. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം? ടി ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടി ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് റേഡിയസ് ആർ ആണെങ്കിൽ ആർ ഇൻറ്റു കോസ് ആർ സം കോൺസ്റ്റന്റ് ആണെങ്കിൽ ആർ ഇൻറ്റു കോസ് 0 ദാറ്റ് ഈസ് ആർ. സെക്കൻഡ് എന്ത് വരും? ദാറ്റ് ഈസ് ആർ ഇൻറ്റു സൈൻ 0 ദാറ്റ് ഈസ് 0. സെഡ് ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇതേതാ പോയിന്റ്? എക്സ് ആർ, നെക്സ്റ്റ് വൈ 0, സെഡ് 0. ദാറ്റ് ഈസ് ഈ ഒരു പോയിന്റ് അല്ലേ? ഈ ഒരു പോയിന്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലോട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകും. അപ്പോൾ സർക്കുലർ ഹെലിക്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്. പഠിച്ചു വെക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത്. ജസ്റ്റ് ഈ ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി, സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി ആണെങ്കിൽ ഇതെന്താണ്? ഇത് ഹെലിക്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് സർക്കുലർ ഹെലിക്സിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ആർ കോസ് ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ആർ സൈൻ ടി, സെഡ് ഓഫ് ടി ഈക്വൽ ടു ടി. ഇനി ഇവിടെ ടി സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാലും സർക്കുലർ ഹെലിക്സ് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായിരിക്കും? ഒന്നും കൂടി സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക? ഇത് മുകളിലോട്ട് പോവാ അല്ലെ? 0യിൽ നിന്ന് 1 വരെ സ്പീഡ് കുറയും അല്ലെ? കാരണം 0.5 അതിന്റെ സ്ക്വയർ ചെയ്യുമ്പോൾ വീണ്ടും ചെറുതാവുക ചെയ്യാം. അപ്പോൾ 0യിൽ നിന്ന് 1 വരെ അത് സ്പീഡ് കുറയും. പക്ഷെ 1ൽ നിന്ന് ഈ ഒരു രീതിയിലായിരിക്കും. ഇതിനേക്കാളും 0യിൽ നിന്ന് ഏതാണ് 1 വരെ സ്പീഡ് കുറഞ്ഞു പോകും. പക്ഷേ 1 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡീപ്പ് സ്പീഡിൽ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകും. അപ്പോഴും റേഡിയസ് വ്യത്യാസം വരുന്നില്ല, സെയിം റേഡിയസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും എടുക്കുന്നുള്ളൂ. ജസ്റ്റ് 2-3 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഒന്ന്, പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ജനറലി എങ്ങനെ കണ്ടുപിടിക്കാം, ഇക്വേഷൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും എങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് പോയിന്റ്, ഫൈൻഡിങ് പാരാമെട്രിക് ഇക്വേഷൻ. അതുപോലെ തന്നെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. in 3D, in 2D and 3D. ഓക്കെ, രണ്ടാമത്തേത് പാരാമെട്രിക് ഇക്വേഷൻ ആൻഡ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് സർക്കിൾ ആൻഡ് circular helix in 3D. ഓക്കെ, ഇത്രയും ഈ 2 കാര്യങ്ങൾ മാത്രമേ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ തുടർന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.